പുകഴ്ത്തും വാഴ്ത്തും കൊണ്ട് ദ്രാവിഡ കവികളുടെ മഷിക്കുപ്പികൾ കാലിയാക്കിയ ഈ മോഹിനിയുടെ കണ്ണുകൾ മൂടിയതെന്തേ? തുണിശീല മാറ്റിയാൽ ഇവൾ വാൾത്തലപ്പുകളെ പോലും മയക്കുമെന്ന് കരുതി. അതോ ഉഗ്രരൂപിണിയുടെ കണ്ണിൽ നിന്നും തീ ചിതറുമെന്ന് ഭയന്നിട്ടോ? തക്കം കിട്ടിയ അവള് കടന്നു കളയോന്ന്. പടയും കൂട്ടിപ്പോയ തലകാപ്പിന് പട്ടിണി കിടക്കട്ടെ. ഈ ശീല അഴിച്ചു മാറ്റ്. ഇവൾ കണ്ട സത്യം എനിക്കും കാണണം. ഇഷ്ടായോ? ഇതിനേക്കാൾ നല്ലതൊന്നുണ്ടേ. എന്റേത് മാത്രമായ മായയ്ക്ക് ഞാൻ കെട്ടുന്ന താലി. പ്രമാണിമാർക്ക് മുന്നിൽ ആടുന്നവൾക്കും താലിയോ? ആരാ പ്രമാണി? വെട്ടത്തെ നാട്ടിലെയും ഏറനാട്ടിലെയും ഈടും മൂടും വിറ്റ് ഒരു രാത്രിക്കുള്ള പങ്കൊപ്പിച്ചു വരുന്ന കേമന്മാരോ? മടിശീല കൊണ്ടല്ല, മനസ്സുകൊണ്ട് നിൽക്കുന്നവനാരാരിച്ചൻ. വരാൻ പോകുന്ന മാമാങ്കമേളയ്ക്ക് മുന്നേ ഞാനിത് ന്യായം കണ്ടെത്തും. വിളിച്ചിറക്കി കൊണ്ടുവരാൻ വരികയും ചെയ്യും. രാരിച്ചന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു മാമാങ്കത്തിന് മുന്നേ പരദേശി വ്യാപാരി സമർക്കോയെ എത്തിയത്. രണ്ടും കരുതിയാ ഞാൻ ചെന്ന് കയറിയ തമ്പുരാനെ. മാമംഗം കഴിയുമ്പോഴേക്കും മായച്ചും കൂടി പരദേശത്ത് പോയാലോ? ഞാൻ നിന്ന് കത്തി തമ്പുരാനെ. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ വന്നോളാം. കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. പുറകിലെ കാവൽ ഞാൻ കാത്തു നിൽക്കും. രാരിച്ചൻ ഭ്രാന്ത് പറയല്ലേ. ഇന്ന് പണം തന്ന് ഉറപ്പിച്ച ആട്ടം ഇനിയും തീർന്നിട്ടില്ല. അത് മുടക്കാനോ? നീ വന്നില്ലെങ്കിൽ ഇനിയൊരാട്ടം കാണാൻ ഇവിടെ ഒരു പരദേശിയും കണ്ണുമിഴിക്കില്ല. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഉണ്ണിമായ കാവിലേക്ക് വന്നു. എനിക്കെന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പ് അവക്ക് പിറകെ ആ പരദേശി വ്യാപാരി. എന്റെ മുമ്പിൽ ഒരു വഴിയുണ്ടായിരുന്നു. അപ്പോ ഉണ്ണിമായല്ല, നീയാണ് സമർക്കോയെ കൊന്നത് ഈ ആട്ടക്കാരിക്ക് വേണ്ടി, അല്ലേ? പറ്റിപ്പോയി തമ്പുരാനെ. ഇരുട്ടിൽ ഉണ്ണിമായ കൊല്ലാൻ അയാൾ മുന്നായം കയറിയപ്പോ ഞാൻ പിന്നീന്ന് കുത്തി. സമയുടെ മാറിലായിരുന്നു മുറിവ്, പിന്നിൽ നിന്നല്ല കുത്ത്. രാരിച്ച, നിന്നെ കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല. അന്ന് രാത്രി സമയെ കൊല്ലാൻ നിനക്കെന്നല്ല ആർക്കും സാധിക്കുമായിരുന്നില്ല. അയാൾ എന്തിനും തയ്യാറും ജാഗ്രതുമായിരുന്നു. വള്ളുവനാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഊരുടയോറുകളെയും അനുചരന്മാരെയും മെയ്ക്കരുത്തും മനക്കരുത്തും കൊണ്ട് എതിരിടാൻ താമൂരി നേരിട്ട് ബോധ്യപ്പെട്ട
പോർബലമുള്ളവനായിരുന്നു സമരം. ചാവേറുകൾ കാണും, പോയി നോക്ക. കൂത്തുമാളികയിലെ പെണ്ണിനും ജാരനും ഒരു കാവിന്റെ ഇരുളിൽ ഇല്ലായ്മ ചെയ്യാൻ ജന്മം കൊണ്ടവനല്ല അവൻ. ജന്മാന്തരങ്ങളുടെ പകയും കനലും ഉള്ളിൽ കൂട്ടി മാമാങ്കത്തിന് പുറപ്പെട്ടു വരുന്ന ചാവേറുകളെ ഇല്ലാതാക്കാൻ വന്നവനാ. ആയുധങ്ങളൊന്നുമില്ല, ആള് മാറി സാഹിബേ. ആ ചാവേറുകളെ കണ്ടെത്തുന്നതിനിടെ അവൻ ഇല്ലാതായെങ്കിൽ അതിനർത്ഥം അവൻ തേടിയവരെ അവൻ കണ്ടെത്തി, അല്ലെങ്കിൽ അവൻ തേടിയവർ അവനെ കണ്ടെത്തിയെന്നാണ്. ഇത്രമേൽ ഭേദ്യം ചെയ്തിട്ടും നിങ്ങളെല്ലാം ചേർന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരെ? എനിക്കതറിയണം. നിളയും കരയും ചേർന്ന മാമാങ്കപട്ടണം, ക്ഷേത്രം, നീരാട്ടുകുളപ്പന്തൽ, കൂരിയാൽ തറയ്ക്ക് കിഴക്ക് സ്ത്രീകളുടെ നിലപാട് തറ, അമ്പലത്തിന് പടിഞ്ഞാറ് ക്ഷേത്രഗോപുരത്തിൽ നിന്നും വാകയൂർ കോവിലകത്തേക്കുള്ള നടവരമ്പ്, മങ്ങാട്ടച്ചന്റെ കോവിലകം, പുഴയ്ക്കിക്കരെ തെക്കേക്കര അമ്പലത്തിനടുത്ത് എറാൾപ്പാടിന്റെ നിലപാട് തറ, 30,000 വീതം കാവൽ. ഇതൊക്കെ നേരിട്ട് കണ്ട ഒരാൾക്ക് ഈ ചിത്രം എഴുതാനാവും. ഇത് വരച്ചതാര്? കണ്ണേർക്ക് കണ്ട പോൽ ഈ മാമാങ്ക പെരുങ്കാഴ്ച വരച്ചതാര്? ഈ വരഞ്ഞതത്രയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണെന്ന് മനസ്സിലാക്കാൻ ഈ ചിത്രവർണ്ണ പൊടിയുടെ നനവ് മതി. ആരാണ് അയാൾ? അയാൾ വെറുമൊരു ചിത്രകാരൻ മാത്രം ആയിരുന്നില്ല അങ്ങനെ. ഈ ചുമരുണ്ടാക്കിയതും ഈ കൂര കൂട്ടിയതും ഇടിഞ്ഞ കുളങ്കോരിപ്പോയി ക്ഷയിച്ച തറവാടുകളുടെ ഈടും കാതലും കൊണ്ടുവന്ന് ആരോരും ഇല്ലാതെ നിന്ന് ഈ പെണ്ണുങ്ങൾക്ക് അഭയം കൊടുത്ത് പെറ്റമ്മയെപ്പോലെ ഇക്കാലം അത്രയും പോറ്റി സൂക്ഷിച്ചതും അദ്ദേഹമായിരുന്നു. ഞങ്ങളിലൊരാൾ, ഞങ്ങളെപ്പോലൊരാൾ.
നിർവാഹം ചുമന്നിന്ദുബിംബം വന്നിങ്ങു താണതോ. ശേഖരമൻ ഇപ്പോഴും ദണ്ണം മാറിയിട്ടില്ല അല്ലേ? ദേശവാഴിയായ നമ്പിടിക്കും വേണ്ട, താമൂരുടെ തലച്ചെന്നോർക്കും വേണ്ട നിങ്ങളെ. ചെയ്യാത്ത ജോലിക്ക് ഇല്ലാത്ത കൂലി ചോദിക്കാൻ വരുന്നത് പറയാൻ പാരുഷ്യമില്ലാത്ത ഈ പാവത്തരുണികളോട്. നിനക്കൊക്കെ എണ്ണ പുരട്ടാനായി തന്ന പണം ഉണ്ടായിരുന്നെങ്കിൽ മരത്തിന് പകരം പൊന്നുരുപ്പടി കൊണ്ട് തീർത്തേനെ ഈ കോലായ. 4 കാശിനും ആളെ കൊല്ലാൻ മടിയില്ലാത്ത കൂട്ടങ്ങളല്ലേ. വെറുങ്കൈയുടെ പോണ്ട. ദാ ഇത് വെച്ചോളൂ. ഇനി തിരുനാവ മാമാങ്കം കഴിയണ വരെ ഒറ്റ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറത്ത് കണ്ടുപോകരുത്. സംബന്ധ വീട്ടിലെ ഓഠ്യാണവും തിരുവാഴിയും പണയം വെച്ചിട്ടാണെങ്കിലും ഇവിടെ ഇനി വരാൻ വരാഹൻ 1000 കരുതി വെക്കണം താനി നായന്മാര്. ഏത് കാലത്തും അദ്ദേഹം എത്തിയ ആട്ടവും പാട്ടവും ഒക്കെയായി പിന്നെ ഈ മാളിക ഉണരുമായിരുന്നു. വെറ്റിലമുറുക്കാവാം. ആവാലോ. ഈ തൊടിയുന്ന തന്നെയാണോ എന്തോ? ഈ അടയ്ക്ക കപ്പലിൽ നിന്ന് വന്ന തന്നെ ആവുമല്ലേ? അതെ. ഈ മണ്ണിൽ വേര് പിടിക്കാനും കായ പിടിക്കാനും പാട് തന്നെയാ. കാഴ്ചക്ക് എന്താ ചന്തം, സ്വർണം തോറ്റമ്പും. പത്തായപ്പുരയിലോ അകത്തളത്തിലോ കിടക്കണോ? ഇവിടെ ആകുമ്പോ കാറ്റും വെളിച്ചുണ്ടാവും, എല്ലാം കണ്ടങ്ങ് ഇരിക്കുകയും ചെയ്യാം. എടോ കൊന്തി, താൻ ആ തലകാപ്പ് നായരുടെ വിഷം തീർന്നെന്ന് ഇങ്ങനെ ചീർത്തു വന്നോ? പക്ഷേ ആ വെള്ളക്കാരുടെ കൂടെ കൂടിയതുപോലെ ലന്തക്കാരുടെ കൂടെയും കൂടരുത്. മലഞ്ചരക്ക് മുഴുവൻ ദേശവാഴി നമ്പടി ലന്തകൾക്ക് കൊടുത്ത ചുങ്കവും കടത്തും മറ്റാർക്കും പോവുകയില്ല. എന്തായിരിക്കും വരവ്? നാട് മുടിഞ്ഞാലും മൂട് കനത്താ മതി. ആ മാടയല്ലാതെ എന്ത്? പെരുമ്പടപ്പും നെടിയിരിപ്പും ലന്തക്കാരും എല്ലാം ഒരുപോലെ തന്നെയാണ്. മാമാങ്കത്തറയിൽ തീരുമാനങ്ങളൊക്കെ മാറും. മാറാത്തത് ഈ മണ്ണും മനുഷ്യരും മാത്രമേ ഉള്ളൂ. വരയാശാനെ, വള്ളൂനാട്ടിൽ നിന്ന് വന്നോര് പറഞ്ഞൊരു കഥ കേട്ടു. ഒരു ദൈവക്കിടാവിന്റെ കഥ. തീയാണത്രേ, തീ, ശരീരമില്ല. 25 ആണ്ടുകൾക്ക് മുമ്പ് അങ്ങനൊരു വിദ്യ കേട്ടുകേൾവിയുണ്ടത്രേ. ചന്ദ്രത്തെ ചാവേറ്. അമർന്ന് ചാടി മേലെ പോയാ പിന്നെ കീഴ്പോട്ട് വരവേയില്ലാന്ന്. ആകാശത്ത് വെറും വായുല് കാലുകുത്തി ആയോ എടുത്തൊരു മലക്കം. അത്ഭുതം തന്നെയായിരുന്നത്രേ ആ ചാടിപ്പോയ ചാവേറിന്റെ പെരുമലക്കം. ആ പരമ്പരയല്ലേ ചന്ദ്രത്തേത്. 2 വ്യാഴവട്ടം മുമ്പ് മാമാങ്കം കണ്ടവര് കണ്ടിട്ടുണ്ട്. വെട്ടും പൊങ്ങിച്ചാടലും പക്ഷി പോലെ പറക്കലും മരിക്കാരുടെ വെടിക്കാർക്ക് പോലും ഉന്നം പഴിക്കത്രേ. അങ്ങനെ പറന്ന് തല വീണ വിദ്യ 25 ആണ്ട് കഴിഞ്ഞപ്പോ ഇപ്പോഴും കണ്ടുന്ന് ദൈവക്കിടാവ്. ഉന്നതമ്പുരാനെ വെട്ടിക്കൊല്ലാൻ വരുന്ന പരശുകളെ കുറിച്ചാണോ വെടിവെട്ടം പറച്ചില്? പാണന്മാർക്ക് പട്ടും പകിട്ടും കണ്ട നാവാട്ടം കൂടും. മാമാങ്കത്തിന് വരുന്ന കൂട്ടരെത്തും മുമ്പേ ഏറാടികൾക്കും താനികൾക്കും ഒരു കോലിളക്കുണ്ട്. കളരിയെന്ന് വിരിയാത്ത കുരുന്നുകളെയും ചാവേരെന്ന് ചൊല്ലി കുരുതി കൊടുക്കുന്ന കുലപ്പതിവ്. അതിനൊപ്പം നിന്നില്ലെങ്കിൽ തലയും പോയി തറവാടും പോയി. കഥകൾ കേട്ട് കുളിരി കോരണ്ട, അറയ്ക്കുള്ളിൽ തന്നെ ഇരുന്നോളൂ. നീയെ തോറ്റിன்றതും വിശ്വം നീയെ പാലിച്ചിടേണ്ടതും നീയെ മുടിപ്പതും പിന്നെ മായാനാഥ നമോസ്തുതി. ഇവിടെ ഒരു ദേവചിത്രം വരയ്ക്കണം. മരപാത്രങ്ങളിലാക്കി വെച്ച കൂട്ടിൽ നിറങ്ങൾ ഒരുങ്ങി. കാശ്മീരത്തിലെ കുങ്കുമത്തിന് പഴയതുപോലെ ചുവപ്പില്ല. ചുവപ്പ് കാണണമെങ്കിൽ വള്ളുവനാട്ടിലെ ചെമ്പരത്തികൾ പൂക്കണം. അതാണ് ചുവപ്പ്, ചോരയുടെ ചുവപ്പ്. ചിത്രം വരയുടെ പകുതി ആയപ്പോഴാണ് സമവ്യാപാരി എത്തിയത്. ചിത്രകാരനാണ് കുറുപ്പ് അല്ലേ? ചില മുഖങ്ങളൊക്കെ വരയ്ക്കും. പാട്ടും പറച്ചിലും മാഞ്ഞു പോയാലും ചുവരുള്ളവരെ ചിത്രം കിടക്കും അല്ലേ? ഈ ദേശത്ത് വന്നു പോകുമ്പോൾ കൊള്ളയും പിടിച്ചുപറിയും സൂക്ഷിക്കണം.
പിന്നെ ചാരന്മാരെയും. തിരുനാവാ മുതൽ കാടാമ്പുഴ വരെ താമരയുടെ ചാരന്മാരാ. ഒരു കണ്ണിറുക്കിന് കഴുത്തു പോകും. എങ്ങോട്ട് പോകുന്നു? നിറം പാകമാകാൻ ഉറയൊഴിച്ചു വെച്ചിരിക്കുക. പാകമാകാതെ തൊട്ടാൽ പറയും പറന്നു പോകും, ചുവര് ഒടിഞ്ഞു വീഴും. അങ്ങ് വിശ്രമിക്കുക. അന്തിക്ക് ഈ മാളികയ്ക്ക് ചന്ത ഒരിത്തിരി കൂടും. കുറുപ്പിന്റെ കണ്ണിൽ ഒരു മറയുണ്ട്, പിന്നിലൊരു കഥയും. ഒന്ന് കണ്ടുവച്ചോളൂ. ചാവേറുകളല്ല തമ്പുരാനെ, പുഴക്കേക്കര കാട്ടിലെ വാരിക്കുഴിന്ന് കിട്ടിയത് നമ്മുടെ ചാരൻ പറഞ്ഞോടനെ. നാവനക്കുമില്ല. ഇത്തിരി വായുള്ളത് തൊണ്ടയിൽ എവിടെ കുടുങ്ങിക്കിടക്ക. മേപ്പോട്ടുമില്ല കീഴ്പോട്ടുമില്ല. സമർക്കോയ ഇവിടെ വന്നു ചേർന്നു സുരക്ഷിതമായി എന്നറിയിക്കാൻ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് ഇവനെ. ഇവൻ എത്തിയത് ഞാൻ ഇവിടെ വന്നു ചേർന്നതിന് ശേഷം. കാട്ടിൽ വെച്ച് ഇവന് പിണഞ്ഞ ആപത്തിന് കാരണമെന്തെന്ന് ഇവൻ തന്നെ പറയും. പരിസരത്ത് സംശയിക്കത്തക്ക ഒന്നുമില്ലെന്നാണ് കൈമളിക്കൂട്ടിനും പറയുന്നത്. മൽപ്പിടുത്തത്തിൻ്റെതായ ഒരു ലക്ഷണവും
ബാപ്പാ ആളു കിടാവ് അറുപ മാളികല്ലേ വന്നു